ചിക്കനും ബീഫൊക്കെ ഉള്ള ബിരിയാണി ഒന്നും മടുത്തെങ്കിൽ നമ്മളൊരു ഹമ്പിൾ ആൻഡ് സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് കറക്റ്റ് അളവും കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തിട്ടാണ്. അതിലേക്ക് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക, തക്കാളി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും വന്ന് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ഇട്ട വെജിറ്റബിൾ മാത്രം ഇടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കട്ടെ. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഗരം മസാല ഇതിലേക്ക് ചേർക്കേണ്ടിട്ടാ. അതായത് നമ്മൾ ഗരം മസാല ആണെങ്കിൽ ഒരൊറ്റ സ്പൂണ് നിറയെ, 1 കിലോയിലേക്ക് 1 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ്, പിന്നെ പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തത്. ആ തൈരെടുത്ത കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് മല്ലിയിലും പുതിനയിലും കൂടെ ഒരു പിടിയെടുത്ത് വാരി വിതറി ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അരി എടുത്തിട്ട് അരി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അത് വേവിച്ചെടുക്കുക, പാകത്തിന് വേവിച്ചെടുക്കുക. അതായത് ഒരു 80-85% വെന്താൽ മതിയിട്ട്. ആ വേവിക്കാനുള്ള വെള്ളത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലം, ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പും. എന്നിട്ട് ഇതാ ഒരു 80% വെന്ത് വന്നാൽ ഇത് ഊറ്റിയിട്ട് ഫുൾ വെള്ളം പോകുന്നതിന് മുന്നേ ആ മസാലേൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മസാലയിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടാവും, എല്ലാം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് റെഡിയാക്കി ഒരു ലെയർ ഇട്ടതിൻ്റെ ശേഷം ആ ലെയറിൻ്റെ മേലെ നമുക്ക് മല്ലിയിലും പുതിനയിലും ഒരല്പം ഗരം മസാലയും കൂടെ വാരി വതറി കൊടുക്കുക. അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല ശുദ്ധമായ നെയ്യ് ഒഴിച്ചാൽ ഞാൻ ഒഴിച്ചിട്ട് 1/2 kg ആണ്. എന്നിട്ട് മൂടി വെക്കുക. വെയിറ്റ് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. എന്നിട്ട് അത് ദമ്മ് പൊട്ടിക്കുക. ഇഡ്ഡലിൻ ഐറ്റം എല്ലാവരും ഉണ്ടാക്കി വെക്കൊള്ളുക.